സമീപകാലത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ കരുത്ത്, UDFിൻ്റെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത് അവരുടെ യുവ നേതാക്കളായിരുന്നു. നിങ്ങളൊരു യൂത്ത് ബ്രിഗേഡിനെ ഇറക്കി ഇങ്ങനെ കളിക്കുന്നു താഴെ തട്ടിൽ, അതിൻ്റെ ക്യാപ്റ്റനാണ്. ഇല്ല, ഞങ്ങളെല്ലാവരും സത്യം പറഞ്ഞാൽ ഒരേ വേവ് ലെങ്തുള്ള ആൾക്കാരും ഒരേ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ്. പിന്നെ ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പക്കാരുടെ ഒരു ലീഡർഷിപ്പ് ഉണ്ടാകുന്നത് ഇലക്ഷന് ഗുണമാണ്. അത് നമുക്ക് തൃക്കാക്കരയിൽ ഗുണമായിരുന്നു, പുതുപ്പള്ളിയിൽ ഗുണമായിരുന്നു, പാലക്കാട് ഗുണമായിരുന്നു. വരുന്ന നിയമസഭാ സമ്മേളനം മിക്കവാറും ജൂലൈ മാസത്തിലൊക്കെ ഉണ്ടാകും. ജൂലൈ മാസത്തിൽ ഉണ്ടാകുമ്പോൾ ആര്യാടൻ ഷൗക്കത്ത് നിയമസഭയിൽ UDFിൻ്റെ MLA ആയിട്ടുണ്ടാകും. ഞങ്ങൾ പറയുന്ന രാഷ്ട്രീയത്തിനും കൂടെയുള്ള പിന്തുണയാണത്. നിലവിൽ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ജനങ്ങൾക്കിടയിലുള്ള വികാരം കൂടിയാണത്. അതിപ്പം വ്യക്തിപരമായി മാത്രം സിനിമയിൽ ഓഫറുള്ളതാണ്. പുള്ളി അത് നിശ്ചയിച്ച് മാറി നിൽക്കുകയാണ്. സിനിമാ മേഖലയിലെ നിരവധി ചെറുപ്പക്കാരോട് ഒരുമിച്ചുള്ള അഭ്യർത്ഥന, അമ്മയുടെ അഭ്യർത്ഥന മാനിച്ചിട്ട് പറഞ്ഞില്ല, അവരെ ബുദ്ധിമുട്ടിക്കില്ല എന്ന് പറഞ്ഞ തീരുമാനം, കടുത്ത തീരുമാനം പുള്ളി. പക്ഷെ അതിൻ്റെ ഒരു അഹങ്കാരം. ഞാൻ ഇന്റർവ്യൂവിൽ ചേരാൻ 2 മിനിറ്റ് വൈകി. അപ്പം ഇവിടെ നടന്ന ചർച്ച എന്താണെന്ന് ഏകദേശം എനിക്ക് ഊഹിക്കാം. അത് വ്യക്തിപരമല്ല, ഞങ്ങൾ പറയുന്ന പൊളിറ്റിക്സിനും ഇവിടുത്തെ ഇവന്റെ കഴിഞ്ഞല്ലേ ഇവിടുത്തെ ജനങ്ങൾക്കിടയിൽ നമ്മൾ ജനവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലല്ലോ. ജനങ്ങളുടെ ശബ്ദമായിട്ട് മാറാൻ ഞങ്ങളുടെ പാർട്ടി മുന്നണിയും ഞങ്ങൾ പറയുന്ന പൊളിറ്റിക്സും ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. നിലമ്പൂരിലെ ജനങ്ങൾ അത് ഏറ്റെടുക്കുന്നുണ്ട്. അതിന് കട്ടിങ് എക്കറോ ചിലപ്പം ഇപ്പോൾ ഇവിടെ മറ്റു പാർട്ടിയിൽപ്പെട്ട ആളുകൾ പോലും ചില പിന്തുണയൊക്കെ അത്തരം കാര്യങ്ങൾക്ക് തരുന്നുണ്ട്. CPM-മാർ പോലും മുഴുവൻ ഇങ്ങനെ ഭയങ്കര ഹാർഡ് കോർ ഗവൺമെൻറ് ഫാൻസ് ഒന്നുമല്ല. സർക്കാരിൻ്റെ ചെയ്തികളോട് ഭയങ്കര വലിയ വിയോജിപ്പ് അവർക്കെല്ലാവർക്കും ഉണ്ട്. നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ, അത് PK ഫിറോസ് ആണെങ്കിലും രാഹുൽ മാങ്കൂട്ടം ആണെങ്കിലും ഷാഫി പറമ്പിലാണെങ്കിലും PC കൃഷ്ണൻ ആണെങ്കിലും എല്ലാം ഈ ഒരു കോമ്പിനേഷൻ എങ്ങനെ ഇങ്ങനെ പോകുന്നത്? എല്ലാം കട്ടൊക്കെ അങ്ങ് നിൽക്കുന്നല്ലോ. പ്രയാസമൊന്നുമില്ലല്ലോ. ആ ഒരു കെമിസ്ട്രി ഉണ്ട്. ഞങ്ങൾക്ക് തന്നെ അതിലൊരു വലിയ ആഹ്ലാദമുണ്ട്. എന്താ കോൺഫിഡൻസ് പുതുപ്പള്ളി പറഞ്ഞത്, തൃക്കാക്കരയിൽ പറഞ്ഞത്, പാലക്കാട് പറഞ്ഞത്, നിലമ്പൂരിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം മാർക്ക് ചെയ്തു. ഹജ്ജിന് പോയ പാണക്കാട് തങ്ങളെ വരെ വിവാദത്തിലേക്ക് വലിച്ചെടുക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നല്ല. ഹജ്ജിന് പോയി എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത് ബോധപൂർവമാണ്. അങ്ങനെ ബോധപൂർവം വ്യാജ പ്രചരണങ്ങൾ നടത്തിയതിനെതിരെയുള്ള വിധിയെഴുത്ത് കൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്നതെന്നുള്ള ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. രാഷ്ട്രീയം പറയുന്ന സമയങ്ങളിലും മാത്രമല്ല, അല്ലാത്തപ്പോഴും ഞങ്ങൾ ഒന്നിച്ചാണ്. അപ്പോൾ അതിൻ്റെ ജനാധിപത്യ മുന്നണിയുടെ അടുത്ത ജനറേഷനും അതേ ഐക്യത്തോടെ തന്നെയാണ് വളരുന്നത് അല്ലേ? ഷാഫി പറമ്പിലിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പൊക്കെ ആയിട്ട് താരതമ്യം ചെയ്യുമ്പോഴേ നമ്മൾ മുടി ഇങ്ങനെ കയറ്റിയിട്ട് ചാടി ഇറങ്ങുന്ന ഷാഫിക്ക് അപ്പുറത്ത് കുറച്ച് പക്വത കൂടി പോയിട്ടുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട് ഈ പ്രതികരണങ്ങളൊക്കെ. ഒരു തെറ്റിദ്ധാരണയും വേണ്ട. അതെ, അതിന്റെ കാര്യം വെച്ചാലേ ഇതിപ്പോ അങ്ങോട്ട് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഒന്ന് നോക്കട്ടെ. ശരി, എന്തായാലും UDFിൻ്റെ യുവ നേതാക്കളെല്ലാം വലിയ ആത്മവിശ്വാസത്തിലാണ്. വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് കയറാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസം അവർ പ്രകടിപ്പിക്കുകയാണ്. മണ്ഡലത്തിൽ സജീവമാണ്. അതോടൊപ്പം തന്നെ DYFI അടക്കമുള്ള സംഘടനാ സംവിധാനങ്ങളും ASF അടക്കമുള്ള AYF അടക്കമുള്ള സംഘടനാ സംവിധാനങ്ങളും എല്ലാം ശക്തമാണ്. അപ്പോൾ യൂത്തന്മാരുടെ ഒരു പോരാട്ടമായി കൂടി മാറുകയാണ് നിലമ്പൂരത്തെ ഈ തെരഞ്ഞെടുപ്പ്.